ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടർ ദിയ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവർ മല്ലപ്പള്ളിയിലാണ്. അവൾ +1 പഠിക്കുന്നു. ചങ്ങനാശ്ശേരിക്കടുത്ത് ഒരു NSS സ്കൂളിലാണ്. 16 കംപ്ലീറ്റ് ചെയ്തു. സ്വീറ്റ് 17 കടന്നു. സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് വൈകിട്ട് വന്നിട്ടാണ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തതുമൊക്കെ. ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല. ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് ബർത്ത്ഡേ വിഷസൊക്കെ അയച്ചു. ഒക്കെ നേരിട്ട് പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. സന്തോഷമായിരുന്നു. ഒരു ഏജായി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഓടി യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ദൂരെ ആയിരുന്നാലും മൊബൈൽ കൂടെ ജസ്റ്റ് കാണാനും കേൾക്കാനും ഒക്കെയുള്ള അവസരം ഉള്ളതുകൊണ്ട് അങ്ങനെയായിരുന്നു. അങ്ങനെ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ എല്ലാം ബർത്ത്ഡേ അവർക്ക് വിഷസ് അറിയിച്ചിട്ടുള്ള വീഡിയോ ആണ്. അന്ന് സ്പെഷ്യലായിട്ട് അവിടെ അവർ ബർത്ത്ഡേ ആഘോഷിച്ചു. ഒരു വൈകിട്ടായിരുന്നു കേക്ക് കട്ടിങ്ങും അതേപോലെ ബർത്ത്ഡേയുടെ ബാക്കി പാർട്ടിയൊക്കെ അവരുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ. ഞങ്ങളും അതുപോലെ ഇവിടെ ഇന്നലെ ചിക്കനും ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടെ ഞങ്ങളൊരു ചെറിയ ബർത്ത്ഡേ ആഘോഷിച്ചു. ഒരു സന്തോഷം ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ വീഡിയോയിലോട്ട് കാണാം. ഹായ് ഡിയർ മോൾ, ഹാപ്പി ബർത്ത്ഡേ ടു യു. തിങ്കിങ് ഓഫ് യു ഓൺ ദിസ് ബർത്ത്ഡേ. താങ്ക് യു അപ്പച്ചൻ ആൻഡ് അമ്മച്ചി. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday to dear Mol. Happy birthday to you. May the good God bless you. May the good God bless you. Happy birthday. Hello, good morning. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ഗോതമ്പ് ദോശയും സാമ്പാർ ഇന്നലെ ബാക്കിയാണ്. ഓരോ മുട്ട ബുൾസയും ഓംലെറ്റും ഉണ്ടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഇന്ന് രാവിലെ ഉച്ചവരെയൊന്നും വലിയ മഴയില്ലായിരുന്നു. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് അന്തരീക്ഷം ആകപ്പാടെ മൂടിക്കെട്ടിയൊക്കെ അന്തരീക്ഷമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ പ്രത്യേകിച്ച് മൂത്ത മകളുടെ ദിയമോൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ ആദ്യത്തെ കൊച്ചുമോൾ, അവളുടെ ബർത്ത്ഡേ ആണ്. 16 years കംപ്ലീറ്റ് ചെയ്തു. സ്വീറ്റ് 17 അവൾ എൻ്റർ ചെയ്യുന്നു നാളെ മുതൽ. അപ്പോൾ ഒരു ചിക്കൻ, അവരെല്ലാവരും ബർത്ത്ഡേ ആഘോഷമാണല്ലോ. അപ്പം ഞങ്ങളും കുറേ ദിവസമായി ചിക്കൻ വാങ്ങിച്ചിട്ട് എന്നാലും ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നത് കറി വെക്കാനുള്ള പരിപാടിയൊക്കെ ആയി. പ്രഷർ കുക്കറിനകത്താണ് ഞാൻ സാധാരണ ചിക്കൻ വെക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും നല്ലതുപോലെ വഴറ്റിയിട്ട് ബ്രൗൺ നിറമാകണം. അത് കഴിയുമ്പോൾ 3 സവാള, ഒരു വലിയ ചിക്കനാണ്, അതിൻ്റെ പകുതി എടുത്തുള്ളൂ. ഒരു കിലോ ഇല്ല, 3/4 കിലോ, ഒരു അടുത്തൊക്കെ ഉള്ളൂ. അതൊരു 2-3 സവാള അതും നല്ലതുപോലെ വഴറ്റി ഒരുവിധം ബ്രൗൺ ആവില്ല. അതിന് മുമ്പ് തന്നെ തക്കാളിയും കൂടെ ചേർത്തു. രണ്ടും കൂടെ നല്ലതുപോലെ വഴറ്റി അത് തക്കാളി വെന്ത് ഉടയുന്നത് വരെയൊക്കെ എണ്ണ അധികം ചേർത്തില്ല. 1.5 സ്പൂൺ 2 ടേബിൾ സ്പൂൺ എണ്ണയെ ചേർത്തുള്ളൂ. എല്ലാം ചിക്കനകത്ത് കുറച്ച് നെയ്യൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ അത്രയും നമ്മുടെ ശരീരത്തിന് അത്രയും എണ്ണ കൊളസ്ട്രോളൊക്കെ കുറഞ്ഞിരിക്കും. തക്കാളിയും 3 തക്കാളി, നല്ല പഴുത്ത തക്കാളിയായിരുന്നു. ഇച്ചിരി ഗ്രേവിയൊക്കെ നല്ല കൊഴുത്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി 3 തക്കാളിയും 3 സവാളയും എടുത്ത് നല്ലതുപോലെ ബ്രൗൺ, ഇത് ഒരുവിധം നല്ലപോലെ തക്കാളി വെന്ത് കുഴയണം. അതാണ് എൻ്റെ പരുവം. ആ സമയത്ത് ചിക്കൻ ചേർക്കാം. ചിക്കൻ ഞാൻ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത്, തൈരും ഉപ്പും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. തൈരുണ്ട്, സലാഡിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിനകത്ത് മല്ലിപ്പൊടി ചേർത്തില്ല. മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും പ്രത്യേകം ലാസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ചു. ഈ മല്ലിപ്പൊടി ചേർത്താൽ പിന്നെ ചിക്കനിലോട്ട് അതിൻ്റെ ഉപ്പും എരിവൊന്നും പിടിക്കത്തില്ല. ഇത് 2 ലെഗ് പീസും കൂടെ ഇതിനകത്ത് ചേർത്തു. ബാക്കി പകുതി ചിക്കനുണ്ട്, പകുതി ചിക്കൻ ഞാനെടുത്ത് ഫ്രീസറിൽ വെച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഒരു 1/2 ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്ത്, 1/4 ഗ്ലാസ്സിൽ കൂടുതൽ ഞാൻ അല്പം വെള്ളം ചേർത്തേ ചിക്കൻ വേവിക്കാറുള്ളൂ. അത്രയും റിസ്ക് എടുക്കാറില്ല, കരിഞ്ഞു പോകണ്ട.
എന്നൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ അല്പം ഗ്രേവി വേണം. അതുകൊണ്ട് ആ രീതിയിൽ അപ്പോൾ ഇതിന് മാരിനേറ്റ് ചെയ്യാൻ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, കുരുമുളക് ഒരല്പം ചേർത്തു, അത്രയേ ഉള്ളൂ. ഇത്രയും കൂടെ ചേർത്താണ് ഞാൻ ചിക്കനെ എല്ലാം ശരിയാക്കി പ്രഷർ കുക്കറിനകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ചത്. ഇത് ഒരു ഹൈ ഫ്ലെയറിൽ ഒരു 2 വിസിലും വീണ്ടും ഒരു ലോ ഫ്ലെയറിൽ ഒരു 5 മിനിറ്റ് അത്രയും എനിക്ക് വെക്കണം. എങ്കിലേ ചിക്കൻ കംപ്ലീറ്റ് വെന്ത് ശരിയായി കിട്ടത്തുള്ളൂ. എല്ലിൽ നിന്നൊക്കെ നല്ലതുപോലെ അടർന്ന് വരുന്ന രീതി വേണം ചിക്കൻ വേകാൻ. ചിക്കൻ വേകാതിരുന്നാൽ കഴിക്കാൻ, പ്രത്യേകിച്ച് ഹസ്ബൻഡിനെ കഴിക്കാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് ചിക്കൻ ഒരു ദം വേവും. എല്ലിൽ നിന്നൊക്കെ ചിക്കൻ മാറി വിട്ട് വന്നാലും കുഴപ്പമില്ല, ചിക്കൻ വേകണം. അങ്ങനെയാണ് ഞാൻ സാധാരണ ചിക്കൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിൻ്റെ ലെഗ് പീസുണ്ട്, ലെഗ് പീസും കുറച്ച് കഷ്ണങ്ങൾ കൊണ്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ലെഗ് പീസിൽ അധികം മസാല ചേർത്തിട്ടില്ല, പിടിച്ചില്ല എന്ന് തോന്നുന്നു, വെന്ത് വരുമല്ലോ. കാര്യം ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ഞാൻ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യാറുള്ളൂ. ആ സമയത്ത് നമുക്ക് മന്തി റൈസിൻ്റെ കൂടെയുള്ള ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അല്പം വിനാഗിരിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചിക്കൻ്റെ പുറത്തോട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടി കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ചെയ്തില്ല. അല്ലെങ്കിൽ കുറച്ച് ഗ്രേവിയും ഈ ലെഗ് പീസും കുറച്ച് കഷ്ണങ്ങളും കൂടെ ലോ ഫയറിൽ ഒരു ഫ്രൈങ് പാനിലിട്ട് അതിൻ്റെ വെള്ളം ചാറ് പറ്റിച്ചെടുത്ത് വീണ്ടും അല്പം എണ്ണയോടൊക്കെ ചേർത്തെടുത്ത് നല്ല റോസ്റ്റ് ചെയ്തതുപോലെ കിട്ടും. അത്രയും എണ്ണയൊന്നും വേണ്ടാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. ലെഗ് പീസും കുറച്ച് കഷ്ണങ്ങളും ആ സൈഡിൽ തന്നെ അല്പം എണ്ണ ഒഴിച്ച് ഒരു വിധം ഫ്രൈ അങ്ങ് വെന്തങ്ങ് മുരിഞ്ഞു പോകുന്ന ഫ്രൈ ആകുന്ന ആ അവസരത്തിനെക്കാട്ടിലും മുന്നിലായിട്ട് എടുക്കും. എങ്കിലേ കഴിക്കാനായിട്ട് ഒരു പദം കിട്ടത്തുള്ളൂ. അങ്ങനെ ചിക്കൻ എല്ലാം കറി വെച്ചു. കൂട്ടത്തിൽ നിന്ന് പ്രത്യേകം കൂട്ടാനായിട്ട് ക്യാബേജ് ബീറ്റ്റൂട്ട് ഇതൊക്കെ ഇഷ്ടമാണ്, എങ്കിലും അത്രയും അങ്ങോട്ട് വലിയ സ്വീകാര്യമല്ല. അതുകൊണ്ട് ഞാൻ ക്യാബേജ് ഗ്രേറ്ററിൽ തന്നെ ചീകി എടുത്തിട്ട് വഴറ്റി, അതിന് കൂടെ നല്ലൊരു സവാളയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുത്തിട്ട് അല്പം എണ്ണയിൽ അത് വെന്ത് കിട്ടിയാൽ മതി. ഒരല്പം പിന്നെ ആ പച്ചച്ചുവ മാറണമല്ലോ. ഈ ക്യാബേജ് ഞാൻ സാധാരണ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഒരല്പം വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് ആ വെള്ളത്തിൽ ആയി കഴിഞ്ഞിട്ട് പിന്നാണ് ജസ്റ്റ് നല്ലതുപോലെ കഴുകി പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ഞാൻ സാധാരണ ക്യാബേജ്. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കെമിക്കൽ അതിനകത്ത് എന്തോ ഒരു മെഡിസിനൊക്കെ ചേർത്തല്ലേ നമുക്ക് ഇപ്പം പച്ചക്കറികളൊക്കെ കിട്ടുന്നത്, അതിൻ്റെ ഒരു സ്മെല്ല് വരാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചിക്കൻ പ്രഷർ കുക്കറിലാക്കി അതിനെയും അടച്ച് ഒക്കെ വേകണം. ആ സമയം കണ്ട ക്യാബേജ് അടുത്ത അടുപ്പിൽ വെച്ച് അതും ശരിയാക്കണം. പിന്നെ ബാക്കി ഇന്ന് വേറെ കൂട്ടാനുകളൊന്നുമില്ല. തൈരും ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ക്യാബേജിൻ്റെ സാമ്പാറുണ്ട്. പിന്നെ ഒരു സലാഡും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ഫ്രൈ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു സലാഡും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. ആ സലാഡും കൂട്ടിയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത്. അവർ മോടെ വീട്ടിലെ കുഞ്ഞുങ്ങളും അവരും എല്ലാം ജോലിക്കൊക്കെ പോയിരിക്കുകയായിരുന്നു. വൈകിട്ട് വന്നതിന് ശേഷമാണ് കേക്ക് കട്ടിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ. അവർ വൈകിട്ടാണ് മിക്കവാറും ഇതുപോലെ ഇട ദിവസങ്ങളിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ വന്നാൽ അവർ വൈകിട്ടാണ് അതിൻ്റെ ബർത്ത്ഡേ ആഘോഷം. കേക്ക് കട്ടിങ്ങൊക്കെ വൈകിട്ടാണ്. അല്ലെങ്കിൽ രാവിലെ അതൊക്കെ കട്ട് ചെയ്ത് സ്കൂളിൽ പോകേണ്ടതായ സമയമുണ്ടല്ലോ, സമയത്തിന് പ്രയാസം വരും, 7:30 ഇറങ്ങണം. അതുകൊണ്ട് എല്ലാം വൈകിട്ടാണെന്ന് പറഞ്ഞു വൈകിട്ട് കട്ട് ചെയ്തു. അതൊക്കെ വിളിച്ചു. പിന്നെ ഞാൻ ഒരു ബർത്ത്ഡേ മെസ്സേജ്, ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് ഞാൻ ഒരു ഹാപ്പി ബർത്ത്ഡേ പാടി അവൾക്ക് അയച്ചു. അവിടെ മൊബൈലിലോട്ട്, അമ്മയുടെ മൊബൈലിലോട്ടൊക്കെ അയച്ചു. രാവിലെ കണ്ടു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ സ്കൂളിലോട്ട് പോയത്. അങ്ങനെ സന്തോഷമായിരുന്നു. അപ്പോൾ 17ാമത്തെ വയസ്സിന് +1-ലായി, 17-ലോട്ട് പ്രവേശിച്ചു, 16 കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ സന്തോഷമായ ദിവസമാണ് ഇന്ന്. അപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെയായി. ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ക്യാബേജ് വഴറ്റിയതും സലാഡും തൈരും പിന്നെ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു. അതൊക്കെ ചേർത്ത് ജസ്റ്റ് ഇന്നത്തെ ഉച്ചയും കൂടെ ഞങ്ങളും കഴിച്ചു. അവർ അടുക്കലില്ലെങ്കിലും ഞങ്ങൾക്ക് പോകാനുള്ള പ്രയാസം, അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളൊക്കെ ഉള്ള ദിവസമാണല്ലോ, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇനി ക്രിസ്മസിന് അവർ വരും. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ നാച്ചുറലി അവരിങ്ങോട്ട് വരും. എപ്പോഴും 2 മക്കളും അതുപോലെയാണ്. അവധി കിട്ടുമ്പോൾ സ്കൂള് ഇനി ക്രിസ്മസിൻ്റെ അവധിക്ക് ഒരു 8-9 ദിവസമൊക്കെ കിട്ടുമല്ലോ. ആ സമയത്ത് തന്നെ കുറേ ദിവസം അവർ താമസിക്കും. ഞങ്ങൾക്ക് സന്തോഷമാണ്.
ഞങ്ങളുമൊക്കെ ഇച്ചിരി ഏജിലായതുകൊണ്ട് ഒത്തിരി യാത്രകളൊക്കെ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യമുള്ള സ്ഥലത്തിന് കാറിൽ ഒക്കെ എല്ലാം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ അവിടെ ബർത്ത്ഡേ അങ്ങനെ സന്തോഷകരമായിട്ട് ഒക്കെ ആയി തീർന്നു. ഇനി അടുത്ത നെക്സ്റ്റ് ഉടനെ തന്നെ അവിടെ എൻ്റെ മോളുടെ, അതായത് ദിയമോളുടെ മമ്മിയുടെ ബർത്ത്ഡേയും 23rd അടുത്ത ചൊവ്വാഴ്ച. ഞങ്ങൾ ചെല്ലണമെന്നൊക്കെ രണ്ടിനും കൂടെ ചേർത്ത് ഈ ശനി ഞായറും ഒക്കെ അവിടെ ചെല്ലണമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ പോകാൻ പറ്റിയില്ല, ഇവിടെ ആയിരുന്നു. അങ്ങനെ അവർക്ക് അവർ ഒരു നല്ല നട്ട്സൊക്കെ വെച്ച് നല്ല ഒരു കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് അല്ല, ചോക്ലേറ്റ് കൂടെ ചേർത്ത ഒരു കേക്ക്